ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മാവ് വേണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത്, ഞങ്ങൾക്കല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഇസാനായിരുന്നു ഭയങ്കര ആഗ്രഹം. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്നൊരു മാവിൻ്റെ തൈയൊക്കെ വാങ്ങിയിട്ടോ, ഒരു 150 രൂപയായി. പക്ഷേ 150 രൂപയ്ക്ക് വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് നബിനെ സത്യം മനസ്സിലാക്കുന്നത്. ബുദ്ധിയും വിവരമില്ലാതെ പോയി വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷേ അതേ സാധനം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക്, വളരെ കുറഞ്ഞ വിലയ്ക്ക് നികുതി ചീട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുള്ള വിവരം പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും ഇത് വാങ്ങി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വാങ്ങുന്നത് അങ്ങനെ വാങ്ങാൻ. പക്ഷേ നമ്മുടെ വിഷയം ഇപ്പോൾ അതൊന്നുമല്ല. ഇതെവിടെ നടും എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിനി അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ ഗൈസ്. ഞാനിവിടെ ഒരു കുഞ്ഞു കുഴിയൊക്കെ കവർ കൊടുക്കാനേ, നമ്മളത് അതിൻ്റെ പുറത്തത്തെ പ്ലാസ്റ്റിക് അങ്ങ് പൊളിച്ചിട്ട് ആ കുഴിയിലേക്ക് തൽക്കാലം ഇറക്കി വെക്കാം. അങ്ങനെ ഇതാണ്ട് മാവും തൈ വെക്കുകയാണ്. മാവും തൈ എന്നോട് രാവിലെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നോട് രാവിലെ പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് ഇന്ന് ഈ സാധനം വാങ്ങി തന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കിത് വെക്കാനുള്ള മൂഡുണ്ടാവില്ല എന്ന്. അപ്പോൾ പിന്നെ മൂഡ് പോണതിൻ്റെ മുന്നേ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് കൊച്ചുങ്ങൾ എന്നേലും ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിച്ച്, പക്ഷേ വാങ്ങി ചെയ്ത് കൊടുക്കണം എന്നൊക്കെയാണല്ലോ. പിന്നെ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാനങ്ങോട്ട് വീട്ടോ. അങ്ങനെ എല്ലാവിധ പ്രതീക്ഷകളോടും കൂടിയിട്ട് നമ്മൾ ഈ മാവും തൈ നട്ടുകയാണ്. ഇത് ഏത് കാലത്ത് കായ്ക്കുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് കായ്ക്കുന്ന ഇത് ചോദിച്ച് വാങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കായ്ക്കുമായിരിക്കണം. പിന്നെ ഒരു കൊല്ലത്തിൽ 2 തവണ കായ്ക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അടുത്ത തവണ വാങ്ങാം. തൽക്കാലം ഇപ്പം ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇസാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇനി ഇത് എങ്ങനെയാവുമെന്നൊക്കെ നോക്കാം. വളരെ കാത്തിരുന്ന് അടുത്ത കൊല്ലോ 1 കൊല്ലം 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്തായാലും കായ്ക്കാൻ മതി. അത്രയേ ഉള്ളൂ. ബൈ.